നല്ല ചൂടൻ കട്ടൻ കാപ്പിയും ആരോ റൂട്ട് അഥവാ കൂവക്കിഴങ്ങ് പുഴുക്കും കൂടെ ഒരു കാന്താരി ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീല് നമുക്ക് കൊണ്ടുവരുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ഈ കാണുന്നതാണ് ആരോ റൂട്ട് അഥവാ കൂവക്കിഴങ്ങ്. മഞ്ഞൾ ചെടിയോട് സാദൃശ്യമുള്ള ഈ കൂവക്കിഴങ്ങ് മഞ്ഞൾ പോലെ തന്നെ വേരുകളോട് ചേർന്ന് മണ്ണിനടിയിലാണ് ഉണ്ടാകുന്നത്. മഞ്ഞളിൻ്റെ ഇലയേക്കാളും അല്പം ഒതുങ്ങിയ നീളത്തിലുള്ള ഇലയാണ് ഇതിന് കാണപ്പെടുന്നത്. നേർത്ത തണ്ടുകളായതുകൊണ്ട് അല്പം ഒന്ന് പടരുന്ന ഒരു സ്വഭാവം കൂടി ഈ ചെടിക്കുണ്ട്. ഒരേ സമയം പ്രകൃതിദത്ത ഭക്ഷണമായും ഔഷധമായും പഴമക്കാർ തങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂവക്കിഴങ്ങ്. ഇത് വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും മികച്ചതായതുകൊണ്ട് ഗ്യാസ്, അസിഡിസിറ്റി, ശരീരത്തിലെ pH അഥവാ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താനും കൂവ കഴിക്കുന്നത് നല്ലതാണ്. കൂവക്കിഴങ്ങ് അതിൻ്റെ തോലോട് കൂടി നമുക്ക് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷവും പുഴുങ്ങി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ അതിൻ്റെ തോല് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് പുഴുങ്ങാനായിട്ട് എടുക്കുന്നത്. ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീര വിളർച്ചയ്ക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഇത് കഴിക്കാവുന്നതാണ്. കൂവ ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. കൂവയിൽ ധാരാളം സ്റ്റാർച്ച് അഥവാ നൂറ് അടങ്ങിയിരിക്കുന്നു. ഈ കൂവയിലെ സ്റ്റാർച്ചും നൂറും വേർതിരിച്ച് എടുത്ത് അത് ഉണക്കി എടുക്കുന്നതാണ് കൂവപ്പൊടി. പാലും പഞ്ചസാരയും ചേർത്ത് കൂവനൂറ് കുറുക്കി 6 മാസം പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്ന് ആരോ റൂട്ട് പോലെയുള്ള പലതരം ബിസ്ക്കറ്റുകളിൽ കൂവപ്പൊടിയാണ് അധികം ഉപയോഗിക്കുന്നത്. കൂവക്കിഴങ്ങിൻ്റെ തോലെല്ലാം നമ്മൾ അടർത്തിയെടുത്ത് അത് നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ, എല്ലുകളുടെ തേയ്മാനം ഉള്ള എല്ലാവർക്കും ഈ കൂവക്കിഴങ്ങ് നല്ലൊരു ഔഷധമാണ്. ഇപ്പോൾ കൂവക്കിഴങ്ങ് നമ്മൾ വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല വെളുത്ത നിറത്തോടു കൂടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. വലുത് നീളം കൂടിയതുണ്ടെങ്കിൽ നമുക്കൊന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടാതെ കൂവക്കിഴങ്ങിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ BP നിയന്ത്രിക്കാനും കൂവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കഴുകിയെടുത്ത കൂവക്കിഴങ്ങിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കൂവക്കിഴങ്ങ് നമുക്ക് കുക്കറിലിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ ഞാനിത് വേവിക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളിയും പച്ചമുളകും അല്പം പുളിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്കൊരു പപ്പട കോല് സ്റ്റിക്ക് വെച്ച് നമുക്കതൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ടത് കിഴങ്ങിൽ താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ കിഴങ്ങ് വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ദഹനത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ വയറിളക്കത്തിനും ഛർദിക്കും ഇത് ഒരു ഉത്തമ പ്രതിവിധിയാണ്. എന്ത് കഴിച്ചാലും ദഹനം കിട്ടാത്തവർക്കും പൈൽസ് ഉള്ളവർക്കും കൂവക്കിഴങ്ങ് കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഒരു 45 മിനിറ്റോളം ഞാനിത് വേവിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ കിഴങ്ങിനുള്ളിലോട്ട് സ്റ്റിക്ക് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അടിയിൽ ഊറി വന്നിട്ടുള്ള വെള്ളം നമുക്ക് എടുത്ത് കളഞ്ഞ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് കൂവക്കിഴങ്ങ് മാറ്റി കഴിക്കാവുന്നതാണ്. ഒരുപാട് പോഷകങ്ങളുടെ കലവറയായ കൂവയിൽ സ്റ്റാർച്ച് അഥവാ അന്നജം, കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, കോപ്പർ, സോഡിയം, വൈറ്റമിൻ A, വൈറ്റമിൻ C, നിയാസിൻ, തയാമിൻ തുടങ്ങിയവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ധാരാളം പ്രോട്ടീൻ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ബോഡി ബിൽഡേഴ്സിനും പ്രോപ്പർ മസിൽ ഫോർമേഷന് പ്രോട്ടീൻ പൗഡറായിട്ടും കൂവപ്പൊടി ഉപയോഗിക്കുന്നു. ഒരു ദിവസം മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായ 8 ഔൺസ് പ്രോട്ടീനിൽ 19% നൽകുവാനും കൂവക്കിഴങ്ങിന് സാധിക്കും.
ഗ്ലൂട്ടോൺ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് അലർജി ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കും കൂവക്കിഴങ്ങ് കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കും. പഴമക്കാർ കട്ടൻ കാപ്പിയും കൂവക്കിഴങ്ങും പുഴുങ്ങിയതാണ് കഴിക്കാറ്. അപ്പം അതുപോലെ ഒരു ചൂടൻ കട്ടൻ കാപ്പിയും ഉള്ളിച്ചമ്മന്തിയും കൂവക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടി നമുക്കൊരു പഴയകാല നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. ഉറക്കക്കുറവുള്ളവർക്ക് കൂവക്കിഴങ്ങിൽ ധാരാളം മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഉറക്കത്തിന് സഹായകമാണ്. പണ്ട് കാലം മുതൽ കൊച്ചുകുട്ടികൾക്ക് ടാൽക്കം പൗഡറായിട്ടും കൂവപ്പൊടി ഉപയോഗിക്കാറുണ്ട്. അധികം ആരും ഗൗനിക്കാത്ത ഈ ഒരു ആഹാര പദാർത്ഥം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കൂവ കിഴങ്ങായോ കൂവപ്പൊടിയായോ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കൂവ കിഴങ്ങ് വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മഞ്ഞൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ കൂവക്കിഴങ്ങും നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇത് സുലഭമായി ലഭിക്കും. അപ്പോൾ ഇത്രയേറെ ഔഷധ ഗുണമുള്ള കൂവക്കിഴങ്ങ് അധികമാരും ഗവനിക്കാത്ത ഒരു ആഹാര പദാർത്ഥമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ഡെയിലി ഭക്ഷണക്രമത്തിൽ കൂവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവപ്പൊടി ഉൾപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. See you in next video. Bye bye.